അപ്പം മച്ചാനെ, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത എന്നാൽ ഏറെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് നമ്മളെ പയറെന്ന് പറയുന്നത്. ഇനി പയർ ഉപ്പേരിയായാലും തോരനായാലും വിഴുക്ക് പുരട്ടിയായാലും അങ്ങനെ നീളും നമ്മളെ അടുക്കള വിഭവങ്ങളുടെ കണക്ക്. ഈ പയർ കൃഷി നമ്മൾ വള്ളിപ്പയറായിട്ടും അതുപോലെ തന്നെ കുറ്റിപ്പയറായിട്ടും കൃഷി ചെയ്ത് വരുന്നുണ്ട്. രണ്ട് തരത്തിൽ കൃഷി ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഇതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ വള്ളിപ്പയർ തന്നെയാണ്. ഇതുപോലുള്ള വള്ളിപ്പയർ, മീറ്റർ പയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്തിരുന്ന വിത്തുകളെന്ന് പറഞ്ഞാൽ നാടൻ പയർ വിത്തുകളാണ്. നാടൻ പയർ വിത്തുകൾക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അത് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഹൈബ്രിഡ് വിത്തുകളാണ്. ഇതിന് രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറവാണ്. എന്നാൽ നാടൻ പയറുകളെ അപേക്ഷിച്ച് ഈ ഹൈബ്രിഡ് വിത്തുകൾക്ക് പൊതുവെ ഉൽപ്പാദനം കൂടുതലാണ്. നല്ലൊരു ജീവാണുവളം കൂടി ചേർത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ ചെടിക്ക് നല്ല വളർച്ചയും ഉണ്ടാവും, ധാരാളം പൂവിടും, പൂക്കൾ പൊഴിഞ്ഞു പോവാതെ കായായി മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജീവാണുവളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതുപോലെ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ജീവാണുവളം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ചെടിക്ക് നല്ലതുപോലെ വളർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ ധാരാളം വിളവ് കിട്ടുകയും ചെയ്തു. എന്നാൽ പയർ കൃഷി ചെയ്യുന്ന മച്ചാന്മാർക്ക് ഇതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ പയർ കൃഷിയിൽ ഉപയോഗിച്ച ജീവാണുവളം എന്താണെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ ആണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിന് വരുന്ന പ്രധാന രോഗങ്ങൾ എന്താണ് എന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മുടെ പയർ കൃഷിക്ക് പ്രധാനമായും വരുന്ന രോഗങ്ങൾ എന്താണെന്ന് നോക്കാം. കൂടുതലായും നമ്മളെ പയർ കൃഷിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന രോഗമാണ് നമ്മളെ ചെടിക്ക് വരുന്ന വള്ളി ഉണക്കം അല്ലെങ്കിൽ തണ്ട് ചീയൽ. ഇത് പയർ ചെടിയിൽ കാണുന്ന ഒരു തരം കുമിൾ രോഗമാണ്. ഫ്യൂസേറിയ വാട്ടം എന്നും ഇതിനറിയപ്പെടും. ഈ ഒരു അസുഖം പൊതുവേ കണ്ടുവരുന്നത് നമ്മുടെ മണ്ണിന് നമ്മൾ ചെടി നട്ടതിന് തൊട്ട് മുകൾ ഭാഗത്ത് വെച്ചാണ് ഇത് കാണുന്നത്. അതായത് മണ്ണിന് മുകളിലുള്ള ഭാഗത്ത് ഒരു ചെറിയ നനവ് പാട് പോലെ കാണും. ഈ ഒരു രോഗലക്ഷണം നമ്മളെ ചെടിയിൽ കണ്ടു തുടങ്ങിയാൽ നമ്മൾ അപ്പോഴേ എന്ത് ചെയ്യണം? 1 ലിറ്റർ വെള്ളമെടുത്ത ശേഷം അതിലേക്ക് 20 ഗ്രാം സൂഡോമോണസ്, ഇല്ല എന്നുണ്ടെങ്കിൽ 10 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളിലേക്ക്, ഇലകളിലേക്കും തണ്ടുകളിലേക്കും അതുപോലെ തന്നെ ചെടിയുടെ ചുവട് ഭാഗവും നനയത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ബോഡാമിശ്രിതം സ്പ്രേ ചെയ്തോ ചുവട് ഭാഗത്ത് ഒഴിച്ചോ കൊടുക്കുകയാണെങ്കിലും ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ചെടിക്ക് ഈ അസുഖം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ ഇതുപോലെ പ്രതിരോധന രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് പൂർണ്ണമായും നശിച്ചു പോകും. ഇത് പ്രധാനമായും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഗ്രോ ബാഗിൽ നീർവാർച്ച സൗകര്യം കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം ചോർന്നു പോകാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിലും ആ ഹോളുകൾ അടഞ്ഞാലും ഇതുപോലെ വരും. ഇനി മണ്ണിലാണെങ്കിൽ നീർവാർച്ച സൗകര്യം ഇല്ലാത്ത മണ്ണാണ് അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തോനെ സമയം നിൽക്കുന്നതാണ്, കെട്ടിക്കിടക്കുന്നതാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു അസുഖം കണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഗ്രോ ബാഗിൽ നല്ലതുപോലെ നമ്മൾ നീർവാർച്ച സൗകര്യം ഉണ്ടാക്കിയിരിക്കണം. ഹോളുകളൊക്കെ നല്ലതുപോലെ തുറന്ന് വൃത്തിയാക്കി വെച്ച് വേണം നമ്മൾ ചെടി നടാൻ. നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ഇത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത വിധം നമ്മൾ കൃഷി ചെയ്യുമെങ്കിൽ നമുക്ക് ഈ അസുഖത്തെ ഒരുവിധം പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 10 ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ സൂഡോമോണസ് ലായനി നേരത്തെ പറഞ്ഞതുപോലെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചെടിയുടെ തടത്തിലുമൊക്കെ നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ പയർ ചെടിയെ നശിപ്പിക്കുന്ന ഒരു കീടങ്ങളാണ് ഈ ഏഫിഡ്സ്, അതായത് മുഞ്ഞ, ഇതും ചാഴിയുമൊക്കെ. ഈ മുഞ്ഞയ്ക്കും ചാഴിക്കുമൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വലിയ ഉറുമ്പുണ്ടല്ലേ, നീറുറുമ്പ്, ഇതിനെ നമ്മൾ ഇതിലേക്ക് പയറിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വലിയ മരങ്ങൾ അടുത്തുണ്ടെങ്കിൽ അതിൽ നീറുറുമ്പുണ്ടെങ്കിൽ ആ അതിൻ്റെ ചില്ലയിൽ നിന്ന് ഒരു കയറ് കെട്ടി നമ്മളെ പയർ ചെടിയുടെ പന്തലിലേക്ക് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമ്മളെ പയർ ചെടിയുടെ അറ്റത്ത് കെട്ടിയ ആ കയറിൻ്റെ തുമ്പിലേക്ക് ഒരു കരുവാടോ ഒത്തിരി മീൻ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഒത്തിരി ഇറച്ചി കഷ്ണമോ എന്തെങ്കിലും വെച്ച് കെട്ടി നിർത്തിയേക്കണം. അപ്പോൾ ഇത് ആകർഷിച്ച് ഈ പുളിയറുമ്പ് ഇതുപോലെ വരും.
ആ നീറുറുമ്പെല്ലാം നമ്മളെ പയർ ചെടിയിൽ വരികയും അതിന് ഇലകൾ അടുപ്പമുള്ളതുകൊണ്ട് ഇത് കൂടൊരുക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയും ഇതിലൂടെ വരുന്ന ചാഴി, മുഞ്ഞ അങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ ഇത് തിന്നൊടുക്കുകയും ചെയ്യും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കീടമാണ് നമ്മളെ ഇലപ്പേനും മുഞ്ഞയും. ഈ ഇലപ്പേൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. അതായത് കുറച്ച് ദിവസം മഴ കാണില്ല, അതുപോലെ തന്നെ ഇടയ്ക്ക് മഴ വരും. ആ സമയങ്ങളിലാണ് ഈ ഇലപ്പേനും മുഞ്ഞയും വരുന്നത്. ഇത് രണ്ടും തന്നെയാണ് നമ്മുടെ പയർ ചെടിയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇലപ്പേനെയും അതുപോലെ തന്നെ മുഞ്ഞയെയും നല്ലതുപോലെ നമ്മളെ കൃഷിയിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് 10% വീര്യമുള്ള നമ്മളെ വേപ്പെണ്ണ എമർഷൻ ചെടികളിലേക്ക് നല്ലതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേപ്പെണ്ണ എമർഷൻ എല്ലാവർക്കും അറിയാം. അത് 10 മില്ലി വേപ്പെണ്ണ, അതുപോലെ തന്നെ 5 ഗ്രാം ബാർ സോപ്പ്, ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മളെ ചെടികളിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മുഞ്ഞ, അതുപോലെ തന്നെ നമ്മളെ ഇലപ്പേൻ എന്നിവയൊക്കെ നമുക്ക് കൃഷി സ്ഥലത്ത് നിന്നും മൊത്തത്തിൽ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മളെ ചെടിയെ നേരത്തെ മുഞ്ഞ ആക്രമിച്ചു തുടങ്ങി ഇതൊന്നും അടിച്ചിട്ട് രക്ഷയില്ല എന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ അരി വാർത്തുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മളെടുത്ത് നല്ലതുപോലെ അരിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടികളുടെ ഇലകളിലേക്ക്. അതിനുശേഷം നല്ലതുപോലെ അരിച്ചെടുത്ത വെണ്ണീർ, അതായത് ചാരം, ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് തൂവി കൊടുക്കുക. ഇത് രാവിലെയുള്ള സമയങ്ങളിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ മുഞ്ഞയുടെ ആക്രമണം നമുക്ക് പൊതുവേ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നീറിനെയാണ് കയറ്റിവിടാൻ പറ്റുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഇലകളിലുള്ള പുഴുക്കളെയും മറ്റ് കീടങ്ങളെയും മുഞ്ഞയെയും ഇലപ്പേനെയും ഒക്കെ ഇത് തിന്നു തീർക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെടി വള്ളി വീശി പന്തലിലേക്ക് കയറിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഈ പയർ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് വള്ളി വീശി തുടങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് എനിക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. അപ്പോൾ പയർ നല്ലതുപോലെ വള്ളി വീശി തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ. അതിന് നല്ല ശിഖരങ്ങൾ പൊട്ടണം, നല്ല ഓരോ ശാഖകൾ പൊട്ടി അതിൽ നിന്നുമാണ് ധാരാളം കാകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനായി നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ അത് നല്ലതുപോലെ കമ്പോസ്റ്റ് ചെയ്യാതെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളിൽ നിന്നുള്ള നൈട്രജൻ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ വിത്തിൽ നടുന്ന സമയത്ത് റൈസോബിയം കൾച്ചർ പുരട്ടി നടുന്നത്. ഇതുപോലെ നമ്മൾ റൈസോബിയം കൾച്ചർ വിത്തിൽ പുരട്ടി നട്ടു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വേരിനോട് ചേർന്നാണ് ഈ കുമിൾ വളരുന്നത്. അപ്പോൾ മണ്ണിൽ നിന്ന് ധാരാളം നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുകയും അന്തരീക്ഷത്തിൽ നിന്ന് ഇലകൾ വഴി എടുക്കുന്ന നൈട്രജൻ ചെടികൾ സ്വീകരിച്ച് ധാരാളം ശിഖരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെടികൾക്ക് ശിഖരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത്. ആ പൂക്കൾ മുറ്റിയാണ് കായാവുന്നത്. അതിനാണ് നമ്മൾ വിത്തിൽ റൈസോബിയം കൾച്ചർ പുരട്ടുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ധാരാളം ശിഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതിലൂടെ നല്ല വിളവ് ലഭിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ചെടികൾ നടാനായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ. വേനൽക്കാല സമയങ്ങളിൽ നമുക്ക് 2/1 ഭാഗം മേൽമണ്ണെടുക്കണം. 1 ഭാഗം മാത്രം നമ്മൾ കോഴിക്കാഷ്ടമോ അതുപോലെ തന്നെ ചാണകപ്പൊടിയോ ചേർക്കാം. ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത ചാണകപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി കോഴിക്കാഷ്ടമാണെങ്കിലും നമ്മൾ കമ്പോസ്റ്റ് ചെയ്തേ എടുക്കാവൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്ത മച്ചാന്മാർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ കമ്പോസ്റ്റ് ചെയ്ത കോഴിക്കാഷ്ടമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ എല്ലുപൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചാണക കമ്പോസ്റ്റാണ് നമ്മൾ 1 ഭാഗം ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ എല്ലുപൊടി ചേർത്ത് കൊടുക്കണം. അതിൽ ധാരാളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 2 ടീസ്പൂൺ മാത്രം മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്രോ ബാഗിൽ നിറച്ചാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പയർ ചെടി എന്നല്ല എല്ലാ പച്ചക്കറികളും നടുന്നത്. അപ്പോൾ നമ്മൾ 2% ചേർക്കുന്ന മേൽമണ്ണ് എന്ന് പറയുന്നത് അത് നമ്മൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ, അതായത് നമ്മളെ പയർ ചെടിക്ക് ധാരാളം കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. കാൽസ്യം നല്ലതുപോലെ ചെടിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്തിരിക്കണം. അതിനായി നമ്മൾ ഒരു ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് കുറഞ്ഞത് ഒരു 40 ഗ്രാം കുമ്മായപ്പൊടി നമ്മൾ ചേർത്തിരിക്കണം.
എന്നാൽ നമ്മൾ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ 1 സെൻറ്റിലേക്ക് നമുക്ക് 2 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മണ്ണ് ചെറിയ നനയും കൊടുത്ത് 15 ദിവസം ഇട്ടതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ. ഇത് ഗ്രോ ബാഗിലും ഇങ്ങനെ നമ്മൾ നനവ് കൊടുത്ത് 15 ദിവസം വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കൃഷിക്കായിട്ട് മണ്ണെടുക്കാവൂ. അതുപോലെ റൈസോബിയം കൾച്ചർ വിത്തിൽ പുരട്ടിയാണല്ലോ നമ്മൾ നടുന്നത്. ആ സമയത്ത് ഇതിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കണമെങ്കിലും മണ്ണിൽ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണിൽ നിന്നാണ് 2 ഭാഗം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഭാഗം നമ്മൾ ചാണകപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാം വേപ്പ് മുണ്ണാക്കും കൂടി ചേർക്കുക. ബാക്കി 1 ഭാഗം നമ്മളെ ചകിരിച്ചോറ്, അത് കമ്പോസ്റ്റ് ആക്കിയതാണെങ്കിൽ വളരെ നന്ന്. എന്നാൽ ഈ ചാനലിൽ അത് കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പോലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ചാന്മാർക്ക് അതും കാണാം. അപ്പോൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പോർട്ടേ മിക്സ് നിറച്ച ഗ്രോ ബാഗിലേക്ക് റൈസോബിയം കൾച്ചർ പുരട്ടിയ വിത്തുകൾ നമുക്ക് കുത്തിക്കൊടുക്കാം, അതും ചെറിയ നനവിൽ. ഇനി നമുക്ക് റൈസോബിയം കൾച്ചർ എങ്ങനെയാണ് വിത്തിൽ പുരട്ടേണ്ടതെന്ന് കേൾക്കാം. വിത്തിൽ പുരട്ടാനായി 20 ഗ്രാം റൈസോബിയം കൾച്ചർ, അതുപോലെ തന്നെ നമ്മളെ വിത്ത്, അതുപോലെ തന്നെ തലേ ദിവസത്തെ 1 ദിവസം പൊളിച്ച കഞ്ഞിവെള്ളം. ഈ 20 ഗ്രാം റൈസോബിയം കൾച്ചർ നനയാൻ വേണ്ടി, അതായത് ഒരു ചെറിയ കുഴമ്പ് പോലെ ആവാൻ വേണ്ടി മാത്രം നമ്മളെ പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുക. അതായത് റൈസോബിയം കൾച്ചറും അതുപോലെ തന്നെ നമ്മളെ പുളിച്ച കഞ്ഞിവെള്ളവും ചേർത്ത് ഒരു ചെറിയ കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വിത്തുകൾ നല്ലതുപോലെ എല്ലായിടത്തും നമ്മൾ റൈസോബിയം കൾച്ചർ ചെല്ലത്തക്ക വിധത്തിൽ പുരട്ടി വെച്ചേക്കുക. ഇതിനെ നമ്മൾ തണലുള്ള ഭാഗത്ത് വെച്ച് ഒരു അരമണിക്കൂർ ഉണക്കുക. ഒരു കാരണവശാലും വെയിലത്ത് ഉണക്കരുത്, തണലത്ത് മാത്രമേ ഉണക്കാവൂ. ഇതുപോലെ ഉണക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലേക്ക് വിത്തുകൾ കുത്തിക്കൊടുക്കാം. ഈ വിത്തുകൾ പോർട്ടി മിക്സിലേക്ക് കുത്തിക്കൊടുക്കുന്ന സമയത്ത് പോർട്ടി മിക്സ് ഒരു 50% നനവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ റൈസോബിയം കൾച്ചറിന് ആ മണ്ണിൽ വളരാൻ സാധിക്കുകയുള്ളൂ. ഇനി വിത്തുകൾ പൊടിച്ച് വള്ളി വീശി കഴിഞ്ഞാൽ നമുക്ക് പന്തൽ റെഡിയാക്കി കൊടുക്കാം. പന്തലിലേക്ക് കയറി ഒരു 2 അടി പൊക്കം എത്തുമ്പോഴേക്കും നമുക്ക് ഈ ചെടിയുടെ തലഭാഗം ഒന്ന് നുള്ളി കൊടുക്കണം. ഇങ്ങനെ തലഭാഗം നുള്ളുന്നതിന് ഒരു 5 ദിവസത്തിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ചാണകപ്പൊടി, നല്ല കമ്പോസ്റ്റാക്കിയ ചാണകപ്പൊടി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഈ തലകൾ നുള്ളി കൊടുക്കാൻ. ഒരു തവണ നമ്മൾ തലപ്പ് നുള്ളി അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 അടി പൊക്കം എത്തുമ്പോഴും വീണ്ടും ഒന്നും കൂടി അങ്ങ് നുള്ളി കൊടുക്കണം. അപ്പോൾ മാത്രമേ നമ്മളെ പന്തലിലേക്ക് നിറയെ വള്ളികൾ ശിഖരങ്ങളിൽ നിന്നും പൊട്ടി ശാഖകളുണ്ടായി ധാരാളമായിട്ട് പടർന്ന് നമ്മുടെ പന്തൽ നിറച്ച് ഈ ചെടി പടർന്നു വരൂ. അതുപോലെ തന്നെ പന്തലിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട വളമെന്ന് പറഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസുമാണ്. നൈട്രജൻ വളങ്ങൾക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, ഇവയൊക്കെ നൈട്രജൻ വളമാണ്. ഫോസ്ഫറസിനായി നമുക്ക് രാജ്ഫോസ് ചേർത്ത് കൊടുക്കാം. രാജ്ഫോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജൈവവളമാണ്. രാജസ്ഥാനിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു വളമാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി അളവ് കൂടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു ദോഷവും ചെടികൾക്ക് വരുന്നില്ല. അടുത്തായി നമ്മളെ ചെടി പൂവിട്ട് തുടങ്ങിയാൽ നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാഷ് വളങ്ങളാണ്. അത് ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് SOP, അതായത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അതിന് വില അല്പം കൂടുതലാണ്, അത് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാരം കമ്പോസ്റ്റ് ചെയ്തതുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെടിക്ക് പൊട്ടാഷിന് പകരമായിട്ട് ചാരം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെങ്ങിൻ്റെ പാർട്സുകൾ കത്തിച്ച ചാരമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം പൊട്ടാസ്യത്തിൻ്റെ അംശമുണ്ട്. ഇതാണ് കമ്പോസ്റ്റാക്കി നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ വളരെ ധാരാളമായി നമുക്ക് പൊട്ടാഷ്, ജൈവ പൊട്ടാഷ് ചെടിയുടെ ചുവട്ടിൽ എത്തിക്കാൻ പറ്റും. ഇത് ഒരാഴ്ചയിലൊരിക്കൽ എന്ന വിധത്തിലും 10 ദിവസം കൂടുന്ന ഇടവേള സമയങ്ങളിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി രാസവളമാണ് മച്ചാന്മാർ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ചെടി പൂക്കുന്നത് വരെ, അതായത് ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് 5 ഗ്രാം പൊട്ടാഷ്, അതുപോലെ തന്നെ 10 ഗ്രാം ഫാക്ടംഫോസുമാണ്.
ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടി വളർന്ന് പൂവിടാൻ തുടങ്ങിയാൽ ഇതിനെ നേരെ തിരിച്ചു കൊണ്ടുവരിക. അതായത് 10 ഗ്രാം പൊട്ടാഷ്യം അതുപോലെ തന്നെ 5 ഗ്രാം ഫാക്ടംഫോസുമായിട്ട് കുറയ്ക്കുക. ഇതും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ എന്ന വിധത്തിൽ 10 ദിവസത്തിലൊരിക്കൽ കൊടുത്താലും ധാരാളം പൂക്കളും ധാരാളം കായകളും ഉണ്ടാവും. അതുപോലെ തന്നെ ധാരാളം പൂക്കളും കായകളും ഉണ്ടാവണമെങ്കിലും ഫിഷ് അമിനോ ആസിഡ് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ നേർപ്പിച്ച് കൊടുക്കുന്നത് 5 ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ പയർ പടർന്ന് പന്തലിൽ കയറി കഴിഞ്ഞാൽ ഈ വള്ളി വീശി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശാഖകൾ പൊട്ടുമ്പോൾ അതിൽ ആരോഗ്യമില്ലാത്ത ശിഖരങ്ങളാണെങ്കിൽ അതിന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ജൈവവളങ്ങൾ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ ദോഷമെന്ന് പറഞ്ഞാൽ ചെടികളിൽ ധാരാളം ഇലകൾ വന്നങ്ങ് നിറയും. അങ്ങനെ വന്നാൽ നമുക്ക് കായ്ഫലം കുറയും. അതായത് ചെടികൾക്ക് ഇലകളിൽ കൂടി പ്രകാശ സംശ്ലേഷണം അതായത് ഫോട്ടോസിന്തസിസ് അത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇലകളിൽ ചെടികൾക്ക് ആഹാരം പാചകം ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ എല്ലാ ഇലകളിലും സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന കുറച്ച് ഇലകളെ നുള്ളി മാറ്റണം. ഇതിലൂടെ നമുക്ക് എല്ലാ ഇലകളിലേക്കും സൂര്യപ്രകാശം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയും നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പയർ ചെടികൾ മൂപ്പെത്തി കഴിഞ്ഞാൽ അപ്പോഴേ അത് പറിച്ചൊഴിവാക്കിയിരിക്കണം. കാരണം മൂപ്പെത്തിയ കായ്കൾ ധാരാളം അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് വളരെ മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിളവെടുക്കണം. അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ഈ സൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം. ഇലകളിലേക്ക് സ്പ്രേ ചെയ്തും കൊടുക്കണം. ഇനി ജൈവവളം ഉപയോഗിക്കുന്ന മച്ചാന്മാരാണെങ്കിൽ ഈ സൂഡോമോണസ് ലായനി ജൈവവളമിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവൂ. ഇല്ല എങ്കിൽ പേരിന് നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്ന് വരുത്തി തീർക്കാനേ പറ്റൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ജൈവവളം ചേരുന്ന മണ്ണിൽ നമ്മളെ മിത്രകുമിളായ സൂഡോമോണസ് വളരുകയില്ല. രാസവളങ്ങൾക്ക് പൊതുവേ ഒരു നിലപാടുണ്ട്, താൻ വാഴും മണ്ണിൽ മറ്റാരെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാട്. അപ്പോൾ നമ്മൾ സൂഡോമോണസ് ലായനി തളിച്ച് ഒരു 5 ദിവസം കഴിയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ വേപ്പെണ്ണ എമർഷനോ അതുപോലെ തന്നെ നമുക്ക് ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പയറിൽ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി നമ്മളെ പയർ ചെടിക്കുണ്ടാവും. മച്ചാമാർ, ഈ വീഡിയോയിൽ കാണുന്ന പയർ ചെടി റൈസോബിയം കൾച്ചർ എന്ന് പറയുന്ന ജീവാണുവിനെ ഞാൻ വിത്തിൽ പുരട്ടി നട്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ധാരാളം വിളവ് കിട്ടുവാനും അതുപോലെ തന്നെ ധാരാളം ശിഖരങ്ങൾ പൊട്ടി ധാരാളം കായ്കൾ നമുക്കുണ്ടാക്കുവാനും സാധിച്ചത്. അപ്പോൾ മച്ചാന്മാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിലോ അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, അതുവഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ മച്ചാന്മാർ, ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജായ പച്ചക്കറി മച്ചാൻ എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.